രണ്ട് വ്യത്യസ്ത അത്തിമരങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 19 വാക്യത്തിലെ വഴിയോരത്ത് ഉണങ്ങിയ അത്തിയും ലൂക്കോസ് 13:6 മുതൽ 9 വരെയുള്ള ഭാഗത്ത് കാണുന്ന മുന്തിരിത്തോട്ടത്തിലെ അത്തിമരത്തെയും രണ്ട് സഞ്ചാരികൾ അവരുടെ യാത്രമധ്യേ കാണുമ്പോൾ അവരുമായുള്ള സംഭാഷണമാണ് ഇന്നിവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ മരങ്ങളുടെ ജീവിതങ്ങളുമായി നമുക്ക് എന്തെങ്കിലും സാദൃശ്യമുണ്ടോ എന്ന് ഈ ഉപമാതരണത്തിലൂടെ ഒരു ആത്മപരിശോധന നടത്താം. വേഗം നടക്ക്, ബിരിയാണിക്കുള്ള ബസ് ഇപ്പോൾ വരും. ജുവൽ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇപ്പൊ തന്നെ ഡബിൾ ചീസ് ബർഗർ കഴിച്ചത്. ഇത്ര വേഗം വിശപ്പാൻ തുടങ്ങിയോ? എനിക്ക് വിശക്കുന്നില്ലല്ലോ. പെട്ടെന്ന് നടക്കേടുവേ. ജുവൽ, അവിടെ ഒരു അത്തിമരം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയി അതിൽ നിന്നും പഴം പറിച്ച് കഴിക്കാം. ശരി, എന്നാൽ വേഗം നടന്നു വാ. ജുവൽ, ഞാൻ കഴിഞ്ഞ വർഷം യെരുശലേമിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ ഈ അത്തി തഴച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇലകളും കൊഴിഞ്ഞ് മരം ഉണങ്ങിപ്പോയിരിക്കുന്നു. എന്തായിരിക്കും പറ്റിയത്? നമ്മൾ കത്തിയോട് തന്നെ ചോദിക്കാം. അതെ, നമ്മൾ കത്തിയോടെ തന്നെ ചോദിച്ചറിയാം. നിനക്കെന്തോ പറ്റി? കഴിഞ്ഞ വർഷം നീ തലച്ചു പുഷ്ടിയായി നിന്നതാണല്ലോ. പക്ഷെ ഇപ്പോൾ എങ്ങനെ ഉറങ്ങിപ്പോയി? നിന്റെ ഫലങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നിനക്കെന്തോ സംഭവിച്ചു? കുട്ടികളെ, ഞാനൊരു കാലത്ത് പുഷ്ടിയോടെ തഴച്ചു വളർന്ന ഒരു അത്തിമരമായിരുന്നു. ഞാൻ വളരുന്നതോടും എന്റെ കൊമ്പുകളും ഇലകളും തഴച്ചു വളരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പടർന്നു പന്തലിച്ച് വലിയൊരു മരമായി മാറി. പക്ഷേ എന്താണെന്ന് പക്ഷെ പറഞ്ഞു നിർത്തിയത്? കുഞ്ഞുങ്ങളെ, അതൊരു വലിയ കഥയാണ്. ഞാൻ തഴച്ചു വളർന്ന് വലിയൊരു മരമായി മാറിയപ്പോൾ അഹംഭാവം മുന്നിൽ വർദ്ധിച്ച് ഫലം കഴിക്കുന്നത് മറന്നുപോയി. ഞാൻ എന്റെ പുറമേയുള്ള സൗന്ദര്യത്തിൽ അഹങ്കരിച്ച് നിൽക്കുമ്പോഴാണ് നസറായത്തുകാരനെ യേശു ഈ വിജയം വരുന്നത്. യേശു എൻ്റെ അടുത്ത് വന്നപ്പോൾ കൊടുക്കാൻ എന്നിൽ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിൽ ഫലങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ യേശു, ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് എന്നോട് പറഞ്ഞ് എന്നെ ശപിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഉണങ്ങിപ്പോയി. കേട്ടിട്ട് ഭയമാകുന്നു. തക്ക സമയത്ത് ഫലം കായ്ക്കാതിരുന്നാൽ എല്ലാ മരങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കുമല്ലേ? അതെനിക്ക് അറിയണം. പക്ഷേ ഞാൻ ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളെ കണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന്. എന്തായാലും വേറെ എവിടെയെങ്കിലും അത്തിപ്പഴങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. നോക്കിക്കേ, മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ തഴച്ചു നിൽക്കുന്ന അത്തിപ്പഴത്തിനെ കണ്ടോ? എവിടെ? അതാ അവിടെ. ചുറ്റും പടർന്നു കിടക്കുന്ന മുന്തിരിവള്ളികളുടെ ഇടയിൽ തഴച്ചു നിൽക്കുന്ന അത്തിപ്പഴത്തിനെ കണ്ടോ? എന്തൊരു അത്ഭുതം! വേഗം നടക്ക്, അവിടെ ഉറപ്പായിട്ടും പഴങ്ങൾ കാണും. പക്ഷെ ഇതിലും അത്തിപ്പഴങ്ങൾ കാണുന്നില്ലല്ലോ. നമുക്ക് അത്തിയോടെ ചോദിക്കാം. അത്തിവരുമേ, നിന്റെ കൊമ്പുകളെല്ലാം അടർന്ന് പന്തലിച്ച് ഇലകളുമെല്ലാം പച്ചയോട് നിൽക്കുന്നത് കണ്ടിട്ട് എന്തൊരു ഭംഗിയാണ്. ഇത്ര പച്ചപ്പോഴും പുഷ്ടിയോടും നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികളെ, ഞാൻ ഈ മുന്തിരിവള്ളികളുടെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളവും എന്റെ പുഷ്ടിക്ക് എനിക്ക് ആവശ്യമുള്ള വളവും നൽകി എന്നെ എന്റെ തോട്ടക്കാരെ സ്നേഹത്തോടെ പരിപാലിക്കുന്നതിനാലാണ് ഞാൻ ഇവിടെ പുഷ്ടിയായി നിൽക്കുന്നത്. എന്നിട്ടും അത്തിമരമേ, നിന്നിൽ ഒരു ഫലം പോലെ എന്താ കാണാത്തത്? നമ്മൾ നടന്നു വരുമ്പോൾ വഴിയിൽ ഒരു ഫലം കായ്ക്കാത്ത ഉണങ്ങിപ്പോയി അത്തിമരത്തിനെ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. കുട്ടികളെ, എന്നെ ഇവിടെ നട്ടു വളർത്തിയിട്ട് 3 വർഷമായി. ഈ 3 വർഷം എൻ്റെ തോട്ടക്കാരൻ എനിക്ക് വേണ്ടതെല്ലാം നൽകിയിട്ടും എനിക്ക് ഫലം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. യജമാനൻ വന്നപ്പോൾ എന്നെ വെട്ടിക്കളയാൻ എൻ്റെ തോട്ടക്കാരനോട് പറഞ്ഞിരുന്നു. എന്നാൽ സ്നേഹവാനായ എൻ്റെ തോട്ടക്കാരൻ ഞാൻ ഫലം കായ്ക്കണമെന്ന പ്രതീക്ഷയിൽ എനിക്ക് വേണ്ടി 1 വർഷത്തെ സാവകാശം കൂടി ചോദിച്ചു. അതുകൊണ്ട് തോട്ടക്കാരൻ്റെ കരുണയാലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അടുത്ത ആണ്ട് തീരുന്നതിന് മുൻപ് തോട്ടക്കാരനെ നിരാശപ്പെടുത്താതെ എനിക്ക് നിറയെ ഫലം കഴിക്കണം, അല്ലെങ്കിൽ യജമാനൻ വന്നെന്നെ വെട്ടിക്കളയും. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ മരത്തിന്റെ പച്ചപ്പും പുഷ്ടിയും പോലെ നമ്മുടെ പുറമേയുള്ള സൽപ്പീരും സൗന്ദര്യം ലോകത്തുള്ളവരെ ആകർഷിച്ചേക്കും.
എന്നാൽ തോട്ടക്കാരൻ വെള്ളവും വളവും നൽകിയ അത്തിമരത്തെ പുഷ്ടിയുള്ളതാക്കിയതുപോലെ ക്രിസ്തുവിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചാൽ നമുക്ക് അകത്തിനെ സ്വന്തമാക്കാൻ സാധിക്കും. ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കാതെ തനിയെ നിന്ന് ഫലം കഴിക്കാൻ നോക്കിയാൽ നമ്മൾ ഉണങ്ങിപ്പോകുകയും വെട്ടിമാറ്റപ്പെടുകയും ചെയ്യും. പ്രിയ ദൈവസഭയെ, ഏത് അത്തിമരത്തിന്റെ ഗണത്തിൽ പെടുന്നു? നിങ്ങൾ ക്രിസ്തുവില്ലാതെ ഒരു ക്രിസ്ത്യാനിയാണോ ജീവിക്കുന്നത്? ആഴ്ചയിൽ 6 ദിവസം ലോകമോഹങ്ങളിൽ നടന്ന ക്രിസ്തുവിൽ ഫലം കായ്ക്കാത്ത വെറുമൊരു വെള്ളിയാഴ്ച ക്രിസ്ത്യാനിയായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഫലം കഴിക്കാത്ത വാടിക്കഴിഞ്ഞ അത്തിമരത്തെ പോലെ ജീവിച്ച് നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? നിങ്ങൾക്ക് ഇതുവരെ ക്രിസ്തുവിൽ ഫലം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളെ അതിനായി ആഗ്രഹിക്കുന്നുണ്ടോ? ക്രിസ്തു വെള്ളിയാഴ്ച ക്രിസ്ത്യാനി എന്ന പേര് വഹിക്കുന്നത് തഴച്ചു നിന്ന് ഫലം കായ്ക്കാത്ത അത്തിമരത്തെ പോലെയാണ്. ദൈവം നമ്മുടെ ബാഹ്യരൂപമോ പദവിയോ പ്രവർത്തനങ്ങളോ കണ്ട് പ്രസാദിക്കുകയില്ല. ഫലം കഴിക്കാൻ ഇന്ന് തയ്യാറായ ഇനിയും വൈകിട്ടില്ല. മുന്തിരിയുടെ അറിഞ്ഞ സഭയും വിശുദ്ധന്മാരുടെ ഐക്യത്തിൽ പങ്കാളികളായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്കും ഒരുങ്ങാം.